മാരേജ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലവ് ജിഹാദ് ഒരു കാലത്ത് ഞാൻ ഇതുപോലൊരു ചർച്ചയിൽ ഇവിടെ പങ്കെടുത്തതാണ്. സത്യത്തിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ തമ്മിൽ ക്യാമ്പസിലും മറ്റുമൊക്കെ ആയിട്ട് പ്രണയങ്ങൾക്ക് ജാതിയും മതവും അതിന് അതിർവരമ്പൊന്നുമില്ല. അങ്ങനെ സംഭവിച്ച ചില സംഗതികളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇത് ലവ് ജിഹാദായി ചിത്രീകരിക്കപ്പെട്ടത്. ഇപ്പോൾ ഉദാഹരണമായി ലവ് ജിഹാദിൻ്റെ വിഷയം വന്നപ്പോൾ ലവ് ജിഹാദ് ഹൈക്കോടതിയിൽ ജഡ്ജി ഇടപെട്ടു. നമ്മുടെ പോലീസ് തന്നെ അവിടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇവിടുത്തെ എല്ലാ ജില്ലകളിൽ നിന്നും പോലീസ് സൂപ്രണ്ടിൻ്റെ കീഴിൽ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അവർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം അത് കണ്ടെത്തി ഹിന്ദു ജാഗൃതി എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് വെബ്സൈറ്റിൽ നിന്നാണ് അത് പുറത്തു വന്നത്. അത് നിർമ്മിക്കപ്പെട്ടതാണെന്നുള്ളത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ അടുക്കമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. നല്ല സ്റ്റേജ് പെർഫോമറാണ്. ഗീത ചാൻഡിങ്ങിൽ സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിയാണ്. ചിന്മയ വിദ്യാലയയിൽ ICSEയിൽ 12th സ്റ്റാൻഡേർഡ് വരെ നല്ല ഡിസ്റ്റിങ്ഷനോടെ പഠിച്ച കുട്ടിയാണ്. അത് കഴിഞ്ഞു അവൾക്ക് മെറിറ്റിൽ തന്നെയാണ് BDSന് അഡ്മിഷൻ കിട്ടിയതും തിരിച്ച് കാസർഗോഡ് വന്നതും. പഠിത്തത്തിൽ ഒരിക്കലും അവൾ പുറകോട്ടായിരുന്നില്ല. പക്ഷേ ആ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മ ഞാൻ ഒരു സത്യസരണി എന്ന് പറയണ ഒരിടത്തു നിന്നാണ് ഞാൻ പുറത്ത് വരുന്നത്. സത്യസരണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതുമാതിരി വേറെയും കുട്ടികളുണ്ട്. അതിൽ 2 പെൺകുട്ടികളെ ഇതേമാതിരി കൊണ്ടുപോയിട്ട് അവരെ തിരിച്ചു വിട്ടില്ല. അതേ രീതി എൻ്റെ അമ്മ ചെയ്യും. അതെനിക്കറിയില്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നും ഈ കൺവേർട്ട് ചെയ്യുന്ന കുട്ടികൾ ആദ്യം പോകുന്നത് അവിടേക്കും ആണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അത് മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തെ ചേരാണി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥാപനം ഉള്ളതെന്നും പറഞ്ഞു. അപ്പൊ ഇന്നും എൻ്റെ അറിവ് അനുസരിച്ച് കൂടി 47 52 നമ്പേഴ്സിന് ഇടയിൽ കുട്ടികൾ ഇന്നും അവിടെ കിടപ്പുണ്ട്. ആർക്കെന്ത് ചെയ്യാൻ കഴിയും ഇവിടെ? എൻ്റെ മകള് പോയതുപോലെ ഫ്രാൻസ് സിറിയയുടെ അവിടെ വരെ ഒന്നും എത്തിക്കണ്ട. ഇപ്പൊ അതിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ചെയ്യുക. 52 അമ്മമാരുടെ കണ്ണീരെങ്കിലും അതിൽ നിന്ന് മാറ്റി കൊടുക്ക്. കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്നോട്. അതായത് ആ കോച്ചിങ് സെന്ററിൽ ഞങ്ങളുടെ തന്നെ നാട്ടിലുള്ള അത് ട്രിവാൻഡ്രത്തുള്ള സഫയർ. അപ്പൊ അവിടെ അമലിന്റെ ഒപ്പം തന്നെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരു പയ്യൻ ഈ പെൺകുട്ടിയുടെ പുറകെ നടക്കുമായിരുന്നു എന്നും പിന്നീട് അയാള് MBBS കിട്ടി ജിപ്മറിലോട്ട് പോയി. അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് എൻ്റെ മകൾക്ക് BDS കിട്ടുന്നത്. അന്നേരം എനിക്ക് അമൽ പറഞ്ഞ രീതി അനുസരിച്ച് മനസ്സിലായത് ആ പയ്യൻ ആ സഫയറിൽ എന്ന് പറഞ്ഞ അടുത്തുണ്ടായിരുന്നു, ഈ കുട്ടിയുടെ പുറകെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യം മതം മാറണമെന്ന് പറയുന്നു. മതം മാറിയതിന് ശേഷം ആ പയ്യൻ അതേ കോളേജിൽ തന്നെ വേറെ 2 കുട്ടികളുമായിട്ട് ഇതേ ബന്ധം വെച്ച് പുലർത്തിയിരുന്നു. അപ്പൊ അതിൽ എവള് ഡിപ്രസ്ഡ് ആയിരുന്നു എന്നും ആ ഡിപ്രഷൻ അയാൾ മനഃപൂർവ്വം ചെയ്തായിരിക്കും എന്നാണ് ഇപ്പൊ തോന്നുന്നത്. പിന്നെ ചിലര് പറഞ്ഞു ഇങ്ങനെ ഒരു പെൺകുട്ടിയെ മതം മാറ്റി കൊടുത്താൽ അയാൾക്ക് 10 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ഇതേമാതിരി പല പെൺകുട്ടികളെയും ഇയാൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പോകേണ്ട ഇസയുടെ പുറകിലല്ല, ഇതിനു മുമ്പുള്ള ഈ പയ്യന്റെ പുറകില്. ഇന്ന് അയാൾ എവിടെയോ അതെനിക്കറിയില്ല. കേരളത്തിലുണ്ടാവണം. ഇത് കേൾക്കുന്നുണ്ടാവണം. കാരണം ഈ പറയുന്നവന് 10 ലക്ഷം മതിയായിരുന്നുവെങ്കിൽ ഞാനത് കൊടുക്കാമായിരുന്നു. എന്റെ മകളെ ഇങ്ങനെ അവൻ ഒന്നിനും കൊള്ളാതെ ഇങ്ങനെ ചവർ പോലെ ആക്കണ്ടായിരുന്നു. അമ്മയാണ് ഞാൻ. ഇതിനകത്തൊരു ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടിരുന്നു എന്ന് താങ്കൾക്ക് സംശയമുണ്ടോ? അതറിയില്ല. പക്ഷെ അന്ന് ഈ നവംബർ 11 പിടിച്ചതിന് ശേഷം അവിടുത്തെ തന്നെ ഒരു DYSP റാങ്കിലുള്ള ഒരു സാർ എന്നോട് പറഞ്ഞത്, ഈ പെൺകുട്ടി കാസർഗോഡ് പഠിക്കാൻ വന്ന സമയത്ത് ജിപ്മർ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പയ്യൻ, സാജിദ് റഹ്മാൻ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് പേര് എനിക്കറിയില്ല, ആ പയ്യൻ ഈ പെൺകുട്ടിയുടെ പുറകെ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നും 2ാം വർഷത്തിൽ ആ പയ്യന്റെ അമ്മ എന്ന് പറയുന്ന ഒരു ലേഡി, ഞാൻ എൻ്റെ മകനെ കല്യാണം കഴിപ്പിച്ച് തരാം, പക്ഷേ നീ മതം മാറണം എന്ന് പറഞ്ഞ് മതം മാറ്റുകയും അതിനുശേഷം ആ പയ്യൻ പിന്നെ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ഡിപ്രഷൻ സ്റ്റേജിലോട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ എൻഡോസൾഫാൻ ബാധിച്ച കുട്ടികളെ കാണിക്കാൻ കൊണ്ടുപോകുന്നു, അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മതം പഠിപ്പിക്കുന്നു. പിന്നെ അന്യ ആൾക്കാർക്കും കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്ന ശാലകളിൽ കൊണ്ടുപോകുന്നു. താങ്കളുടെ മകളിപ്പോ ഗർഭിണിയാണ്.